യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് തൊട്ടു മുൻപ് ഉള്ള ചില മണിക്കൂറുകളിൽ നടന്ന സംഭവമാണ്. 13-ാം അധ്യായത്തിലാണ് അന്ത്യ അത്താഴത്തിന് കർത്താവ് ശിഷ്യന്മാരുമായിട്ട് സമയം ചെലവഴിക്കുന്നത് നമ്മൾ കാണുന്നത്. അവിടെ ശിഷ്യന്മാരുടെ കാല് കർത്താവ് കഴുകുന്നു, യൂദാസ് ഉൾപ്പെടെയുള്ളവരുടെ കാൽ കഴുകുന്നു. അതിനുശേഷം ഈ കാല് കഴുകുന്നതിൻ്റെ അർത്ഥമെന്താണ് എന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദയെക്കുറിച്ച് പരസ്യപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് യൂദാസ് ആ സംഘം വിട്ട് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവൻ പോയി കഴിഞ്ഞ ശേഷം യോഹന്നാൻ 13:31 മുതൽ 14:31 വരെ ആദ്യത്തെ ഡിസ്കോഴ്സാണ് നമ്മൾ കാണുന്നത്. ജീസസ് തിരഞ്ഞെടുത്ത് കൂടെ കൊണ്ടു നടന്ന ഈ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും അവസാനത്തെ പാഠങ്ങളാണ്. അത് ജൂഡസ് പോയി കഴിഞ്ഞ ശേഷമാണ് ഇവർക്ക് ഈ പ്രത്യേകമാകുന്ന പാഠം കർത്താവ് കൈമാറുന്നത്. എന്നിട്ട് 14-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ എഴുന്നേൽക്കുവിൻ, നാം പോകുക. ബൈബിൾ സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നത് 15-16 അധ്യായങ്ങൾ ആ രണ്ടാമത്തെ ഡിസ്കോഴ്സ് ജീസസ് ഓൺ ദ വേ ടു ഗെത്സമനെയാണ് എടുത്തത് എന്ന് അവർ ചിന്തിക്കുന്നു. ഈ 14-ാം അധ്യായത്തിൽ കർത്താവ് അവസാനം 7 വാഗ്ദത്തങ്ങൾ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വേഗത്തിലൊന്ന് പറയാം. 1-ാമത്തെ വാക്യം പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോൾ അവർ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയപ്പോൾ അവരുടെ ഹൃദയം കലങ്ങിപ്പോയി. ഹൃദയത്തിൻ്റെ കലക്കമറിയാവുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഹൃദയത്തിൻ്റെ കലക്കം എന്ന് പറയുന്നത് സ്വകാര്യമാണ്. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആർക്കും ഒന്നും അറിയത്തില്ല. പക്ഷേ ജീസസ് നോസ് ദ കണ്ടീഷൻ ഓഫ് അവർ ഹാർട്ട്. അത് നമ്മളെ ഇന്ന് പകൽ ധൈര്യപ്പെടുത്തണം. ഇവരുടെ ഹൃദയം കലങ്ങാൻ കാര്യം ജീസസ് ഒരുപാട് വെളിപ്പാടുകൾ കൊടുത്തു. ആ സമയത്ത് അവർ ആ വെളിപ്പാട് പെട്ടെന്ന് അവർക്ക് ലഭിക്കുമ്പോൾ അവർക്കത് താങ്ങാനൊത്തില്ല. അന്ത്യ അത്താഴത്തിനിരിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ ഷോക്ക്ഡായിപ്പോയി. 3-3.5 വർഷക്കാലം ഒരുമിച്ച് സഞ്ചരിച്ച് ഞങ്ങളിലൊരാളോ? മറ്റേ സുവിശേഷങ്ങളിൽ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി, ഞാനാണോ? ജൂഡസും ചോദിച്ചു, ഞാനാണോ? 1. 2, കർത്താവ് പറഞ്ഞു, ഐ ആം ഗോയിങ്. അവിടുന്ന് ക്രൂശിക്കപ്പെടാൻ പോകുകയാണെന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഭാരമായി. 3, അവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പീറ്റർ. യു ആർ ഗോയിങ് ടു ഡിനൈ മീ 3 times. ദേ വർ ഷോക്ക്ഡ്. പീറ്ററിനെ പോലെയുള്ള ഒരു ധൈര്യശാലി, if he is going to deny Jesus and disown him, they thought we don't have a chance. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ യേശു പറഞ്ഞപ്പോഴാണ് അവരുടെ ഹൃദയം കലങ്ങിപ്പോയി. അവരുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് ഒരുപാട് വാഗ്ദത്തങ്ങൾ അവർക്ക് കൊടുക്കുന്നു. 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പിതാവിൻ്റെ ഭവനം, അവർക്ക് നിത്യമായ ഒരു ഭവനമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കുകയാണ്. I want you to listen very carefully.
ഹൃദയ കലക്കമുള്ളവരെ ധൈര്യപ്പെടുത്താൻ യേശു പറയുന്നത് ഭൗതിക കാര്യം അല്ല. ഇന്നത്തെ ആളുകളൊക്കെ വളരെ മിസ്ലെഡാണ്. യേശു പറയുന്നത് അബൌട്ട് ദെയർ ഇറ്റേണൽ അബോർഡ്. അതാണ് ജീസസ് അവരെ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്നത്. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അടുത്ത വാഗ്ദത്തം, നിത്യനായ പിതാവിനെ നിങ്ങൾക്ക് ഇന്ന് അറിയാം, ഭാവിയിലല്ല. യു വിൽ നോ ദ ഇറ്റേണൽ ഫാദർ നൗ, ഇപ്പോൾ. 3:12 വാക്യത്തിൽ കർത്താവ് കൊടുക്കുന്ന അടുത്ത വാഗ്ദത്തം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയതും അവൻ ചെയ്യും. ഈ അതിലും വലിയത് എന്നുള്ളത് ജീസസ് ഈസ് ടോക്കിംഗ് അബൌട്ട് മിഷൻസ്. ജീസസ് പോകുന്നു, ഇവർ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യും. ജീസസ് ഇപ്പോൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യും. പക്ഷേ ലോകത്തിൽ ജീസസിൻ്റെ പ്രൊജക്റ്റ് ഇവർ കണ്ടിന്യൂ ചെയ്യും. ജീസസ് പോകുന്നതോടുകൂടി ഇവരുടെ മിനിസ്ട്രി തീരുകയല്ല. ഹൃദയം കലങ്ങിപ്പോകരുത്. മിഷൻസിൻ്റെ വാഗ്ദത്തമാണ് കൊടുക്കുന്നത്. 13-14 വചനങ്ങളിൽ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അവിടെ നമ്മൾ കാണുന്നത് മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥനയുടെ വാഗ്ദത്തമാണ്. പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി തരും എന്നുള്ള ഉറപ്പവർക്ക് കൊടുക്കുകയാണ്. ഈ വാക്യം ഒക്കെ എടുത്ത് ആളുകൾ ദുർവിനിയോഗം ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ എന്തോ വേണേ പ്രാർത്ഥിച്ചാൽ ഉടനെ കിട്ടുമെന്നുള്ളതല്ല. കോണ്ടെക്സ്റ്റിൽ മിഷൻസാണ് വിഷയം. മിഷൻസിനോടുള്ള ബന്ധത്തിലാണ് ജീസസ് പറയുന്നത്, ഐ വിൽ ആൻസർ യുവർ പ്രേയർ. ഇറ്റ് ഡസൻറ്റ് മീൻ യു ക്യാൻ ആസ്ക് എനി വൈൽഡ് തിങ്. നോ. റൈറ്റ് മോട്ടീവ്സിലുള്ള റൈറ്റ് കൈൻഡ് ഓഫ് പ്രേയറിനാണ് ജീസസ് ആൻസർ തരുന്നത്. ഞാനത് എടുത്തു പറയാൻ കാരണം അത് വാഗ്ദത്തമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് വോണ്ട് യു ടു ഹാവ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഇറ്റ്. 5-ാമത് 15-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പശ്ചാത്തലം വിടരുത്. ഹൃദയ കലക്കമുള്ളവരോട് ഇതാണോ വാഗ്ദത്തങ്ങൾ? നമ്മൾ ചിന്തിക്കുന്ന പോലെ വീടും വസ്തുവും വണ്ടിയല്ല. അവരോട് പറയുകയാണ്, ഞാൻ പോകുകയാണ്, മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിപ്പാൻ ഞാൻ തരും. ഞാൻ പിതാവിനോട് ചോദിക്കും. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഈ ഡിസ്കോഴ്സുകളിൽ നമ്മൾ ആദ്യമായിട്ടുള്ള പരാമർശമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കാൻ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവിന് പിതാവ് വെച്ച ആ സമയം പൂർത്തീകരിച്ചു, അവിടുത്തെ ദൗത്യം നിർവഹിച്ചിട്ട് അവിടുന്ന് പോകും. ഹോളി സ്പിരിറ്റ് പോകത്തില്ല, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കും. ശിഷ്യന്മാർക്ക് മാത്രമല്ല, കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മൾക്കേവർക്കുമുള്ള വിലയേറിയ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. 6-ാമതായി 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ
പരിശുദ്ധാത്മാവിനാൽ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് ഉണ്ടാകും. ദ പ്രസൻസ് ഓഫ് ദ ട്രയൂൺ ഗോഡ്. എന്നിട്ട് ഏഴാമതായി 27-ാം വാക്യത്തിൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. കലക്കങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനമാണ് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. കർത്താവ് ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത്? Everyone is against him. He is going to be crucified in a short while. അതിൻ്റെ നടുവിൽ പുത്രൻ്റെ ഹൃദയത്തെ ഭരിച്ച ദൈവിക സമാധാനം, because of his connection with his Father in heaven, ആ സമാധാനമാണ് നമ്മൾക്ക് തരുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് ഒരു കാരണവശാലും തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തിൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ചിന്ത ഉണ്ടാകരുത്. അത് വചന അടിസ്ഥാനത്തിലുള്ള ചിന്തയല്ല. എന്നാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പ്രശ്നങ്ങളുടെ നടുവിൽ വ്യാകുലപ്പെട്ട് സമാധാനമില്ലാതെ നാം പ്രതികരിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ശേഷം ദൈവിക സമാധാനം, അത് ലോകത്തിനെടുത്ത് കളയാൻ കഴിയാത്ത the peace that passeth all understanding, അതാണ് ദൈവം തരുന്നത്. എല്ലാം തകിടം മറിയുമ്പോഴും ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളെന്ന് പറയുന്നത് ശാന്തമായി നിൽക്കുന്ന, that is divine peace. പക്ഷെ ഞാൻ അനേകരോട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ I understood that people have not understood all this. എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത്. ഈ രക്ഷിക്കപ്പെട്ടവരും ഈ ചർച്ചിൻ്റെ അംഗങ്ങൾ തന്നെ ഒരു മോമെന്റ് ഓഫ് ക്രൈസിസിൽ നിങ്ങളുടെ വായിൽ നിന്ന് എന്താണ് പുറത്തു വരുന്നത്? ദാറ്റ് ഈസ് ദ ട്രൂ സെൽഫ്. ഭാര്യ ഭർത്തൃ ജീവിതമായിരിക്കാം, നെയ്ബേഴ്സിനോടുള്ള ബന്ധത്തിലായിരിക്കാം, ബിസിനസ് സംബന്ധമായ കാര്യമായി എന്തുമാകട്ടെ, ഒരു പോയിന്റ് ഓഫ് ക്രൈസിസിലാണ് ശരിക്കും നമ്മൾ ആരാണ് എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്നത്. ദൈവത്തിന് നേരത്തെ അറിയാം. അവിടെയാണ് ആ ദൈവിക സമാധാനം നമുക്കുണ്ടാകേണ്ടത്, രുചിച്ചറിയേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, യേശുവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ യേശു പോയ ഈ സിറ്റുവേഷൻ പോലെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം നമ്മളെ ആശ്വസിപ്പിക്കണം. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കറിയത്തില്ലേ, ഞാൻ ഇതുവഴി കടന്നു പോകുകയാണ്, നിങ്ങളെല്ലാവരും എന്നെ ആശ്വസിപ്പിക്കണം. ഇതാണ് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ചിന്ത. ആക്ച്വലി ജീസസ് ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ 11 പേര് ജീസസിനെ ആയിരുന്നു ആശ്വസിപ്പിക്കേണ്ടത്. ഡോണ്ട് വറി ലോർഡ്, we know it is the will of the Father, we will stand true to you. After you go, we are really going for the missions. അവരുടെ ഹൃദയം കലങ്ങി ജീസസ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഒരു ദൈവ പൈതലിൻ്റെ മോഡലാണത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഒരു വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാം കൺഫ്യൂസ്ഡായി നിൽക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പൈതലാണ് പറയേണ്ടത്, സാരമില്ല, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഇതെല്ലാം ദൈവഹിതപ്രകാരമാണ് നടക്കുന്നത്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ല. എൻ്റെ തലയിലെ ഒരു മുടി നിലത്ത് വീഴണമെങ്കിൽ ദൈവം അറിഞ്ഞിട്ടാണ്. ഇത് വെറുതെ വരത്തില്ല. ഇത് വരണമെങ്കിൽ
ജീസസ് ആണ് മോഡൽ. He had such a fellowship with the Father. ആ അഭേദ്യമാകുന്ന, ഊഷ്മളമാകുന്ന, നിത്യമാകുന്ന ബന്ധത്തിൽ നിന്നാണ് കുലുങ്ങാതെ മെജസ്റ്റിക്കായി യേശു നിൽക്കുന്നത്. ഈ യേശുവിനെ അനുഗമിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഈ ലോകത്തിൽ നിൽക്കാൻ കഴിയും. വെറുതെ അല്ല, ഈ ക്രിസ്തീയ സഭയിലെ മാർട്ടിയേഴ്സൊക്കെ പാട്ടും പാടിക്കൊണ്ട് അവർ കൊലക്കളങ്ങളിലേക്ക് നടന്നു നീങ്ങിയത്. അവരുടെ തല വെട്ടിമാറ്റുന്നതിന് മുമ്പ് പോലും പുഞ്ചിരിച്ചുകൊണ്ടും പാട്ടുപാടി നിൽക്കാൻ കാരണം അവർ യേശുവിനെ പിൻപറ്റി യേശു കാണിച്ചു കൊടുത്ത പിതാവുമായിട്ടുള്ളവരുടെ ബന്ധമാണ് ഈ ലോകത്തിൽ അവരെ നിർത്തിയത്. യേശുവിനെ തള്ളിപ്പറയാതെ, യേശുവിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറിപ്പോകാതെ അവരെ നിർത്തിയത് പിതാവാം ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. ഇതില്ലാതെ പെന്തിക്കോസ്ത് കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പെന്തിക്കോസ്തുകാർക്കെല്ലാം പിതാവാം ദൈവവുമായി വ്യക്തിപരമായ ബന്ധം ഉണ്ടെന്നൊന്നും ഞാൻ വാശി പിടിക്കത്തുമില്ല. പക്ഷെ ക്രിസ്ത്യാനിറ്റി ഇതാണ്. തന്നെ അനുഗമിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളം കലങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ജീസസ് 7 ആത്മീക വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ്, അവരെ ബലപ്പെടുത്തുകയാണ്. 14 അധ്യായത്തിൽ മാത്രം. എന്നിട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴേ അതിന് 31 വാക്യമാണ് എൻ്റെ ശ്രദ്ധ ഈ ദിവസങ്ങളിൽ പിടിച്ചു കുലുക്കുന്നത്. അതാണ് ഞാൻ നമ്മുടെ കോട്ടേജ് മീറ്റിങ്ങുകളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ പറയുവാൻ ശ്രമിച്ചത്. ചിലർ കേട്ടു, ചിലർ കേട്ടില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. എഴുന്നേൽക്കുവീൻ, നാം പോകുക. 14 അധ്യായത്തിൻ്റെ തന്നെ 7 മുതൽ ഉള്ള വാക്യങ്ങളിൽ, 7 മുതൽ 11 വരെ പിതാവാം ദൈവത്തെ അവർക്ക് വ്യക്തിപരമായി ഇപ്പോൾ തന്നെ അറിയാമെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ആദ്യത്തെ 6 വാക്യങ്ങളിൽ നിത്യമായ അവരുടെ ഭവനത്തെക്കുറിച്ചും ആ ഭവനത്തിലെത്തുവാൻ യേശുവാണ് വഴി എന്നും 6-ാം വാക്യത്തിൽ പറഞ്ഞ ശേഷം 7-ാം വാക്യത്തിൽ നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുവീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുവീൻ. അപ്പം ഇവിടെ തന്നെ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ആഗ്രഹമാണ് ഫിലിപ്പോസ് 8-ാം വാക്യത്തിൽ പ്രകടിപ്പിക്കുന്നത്. ദൈവത്തെ ഒന്ന് കാണണം. എന്താ ഫിലിപ്പോസ് ഉദ്ദേശിച്ചതെന്ന് ഐ ഡോണ്ട് നോ. ഒരു പക്ഷെങ്കിൽ പഴയ നിയമത്തിൽ ദൈവിക പ്രത്യക്ഷതകൾ ഉള്ളത് ഫിലിപ്പിനറിയാം. അങ്ങനെ എങ്ങാനും ഒരു
പ്രത്യക്ഷത അനുവദിക്കുമോ എന്നതായിരിക്കാം. ലൈക്ക് മോസസ്, ദൈവത്തോട് തന്നെ മോസസ് പറയുന്നുണ്ട്, ഐ വോണ്ട് ടു സീ യുവർ ഗ്ലോറി. അങ്ങനെയുള്ള എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കാം ഫിലിപ്പ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയാണ് ആളുകൾ ഇന്നും ഫിലിപ്പിനെ പോലെ സ്പെക്ടാക്കുലറായി എൻ്റെ മുറിക്കകത്ത് ഭയങ്കര വെളിച്ചം വന്നു. Many people expect that. അതുകൊണ്ടാണ് you miss the revelation in Jesus. ജീസസ് എന്താണ് പറഞ്ഞത്? You saw me, Philip? I have been with you all this while. If you have seen me, you have seen the Father. ഇത് ലോകത്തിൽ ആർക്കും പറയാൻ കഴിയത്തില്ല. Jesus is God, and therefore he said, if you have seen me, you have seen the Father. ഫാദറിൻ്റെ നേച്ചർ ലോകത്തിൽ വരെ ആർക്കും എക്സാക്റ്റായി മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഓൺലി ഗോഡ് ദ സൺ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ പ്രൊലോഗിനകത്ത് അതിൻ്റെ അവസാനത്തിൽ അതിൻ്റെ 18-ാം വാക്യത്തിലെ കർത്താവായ യേശുക്രിസ്തു വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇൻ അതർ വേർഡ്സ്, ജീസസ് explained the Father. When you look at Jesus, പിതാവാം ദൈവം എങ്ങനെയുള്ളവനാണ്? Exactly like Jesus. ജീസസിന്റെ നേച്ചർ അതുപോലെയാണ് പിതാവിൻ്റെയും സ്വഭാവം. എൻ്റെ വിഷയമല്ലെങ്കിലും ഈ 14-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യം, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയും. നിങ്ങൾ ശ്രദ്ധിച്ചോ, മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ജീസസ് ആണ് ഒന്നാമത്തെ കാര്യസ്ഥൻ. ഇത് മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ജീസസിനെ പോലെ തന്നെയുള്ള ഒരു കാര്യസ്ഥൻ. ദ ഹെൽപ്പർ, ദ കംഫോർട്ടർ, ദി അഡ്വക്കേറ്റ്. ആദ്യം ജീസസ് ആയിരുന്നു അവരെ കംഫോർട്ട് ചെയ്തത്, ഹെൽപ്പ് ചെയ്തത്, അഡ്വൈസ് ചെയ്തത്. മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുകയാണ്. ഹോളി സ്പിരിറ്റിന്റെ സ്വഭാവം എന്താ? എക്സാക്ട്ലി ലൈക്ക് ജീസസ്. ഫാദറിന്റെ സ്വഭാവം എങ്ങനെ? എക്സാക്ട്ലി ലൈക്ക് ജീസസ്. ഫാദറിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താനൂടെയാണ് ജീസസ് ഈ ലോകത്തിൽ വന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അറിയണം, പിതാവിൻ്റെ കുടുംബത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. യു ഹാവ് ബീൻ ബർത്ത്ഡ് ബൈ ഗോഡ്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. ദൈവം ജനിപ്പിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ മക്കളാണ്. എന്ന് പറഞ്ഞാൽ പിതാവേ, അബ്ബാ, പിതാവേ എന്ന് വിളിക്കുവാൻ അവർക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുകയാണ്. നമ്മൾ അനാഥരല്ല. We have a father in heaven. ഇത് ഹെഡ് നോളജ് ആയാൽ വിടുതലില്ല. പക്ഷെ once you experience God as your father, നിങ്ങളുടെ ഇൻസെക്യൂർ ഫീലിങ്സ് എല്ലാം മാറും, അധൈര്യമെല്ലാം മാറും. സ്വർഗസ്ഥനായ പിതാവെന്ന് വിളിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്.
മത്തായി 6:9 കർത്തൃ പ്രാർത്ഥനയിൽ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ ഊഷ്മള ബന്ധത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്, അല്ലാതെ ഒരു മതത്തിലേക്കല്ല, ഒരു സംഘടനയിലേക്കല്ല. ഇറ്റ് ഈസ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ത്രൂ ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്. എത്ര വിലപ്പെട്ടതാണത്! To know inwardly that you are a child of the Most High God. അത് ലോകത്തിൽ ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. അവിടെയാണ് നമുക്ക് സമാധാനം, സന്തോഷം എല്ലാം. ലോകത്തിലെ നമ്മുടെ സർക്കംസ്റ്റൻസുകളെ മാറ്റിക്കൊണ്ടല്ല ഒരു കാര്യവും ചെയ്യുന്നത്. ഇളകി മറിയുന്ന സർക്കംസ്റ്റാൻസുകളുടെ നടുവിൽ, just like Jesus walked on water, ആ സർക്കംസ്റ്റൻസിന്റെ മേൽ ഒരു ദൈവ പൈതലിന് നടക്കാൻ കഴിയും. ആളുകൾ അന്തം വിടും. ഇതെങ്ങനെയാണ് ഇവരിത് സഹിക്കുന്നത്? ഇതെങ്ങനെയാണ് ഇവരിങ്ങനെ നടക്കുന്നത്? അതിന്റെ മറുപടി ഇതാണ്: I am a child of the Most High God. ആ പിതാവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. നമ്മുടെ ശരീരം ചിലപ്പോൾ നമ്മളോട് പറയും, you are not going to make it. കണ്ടു നിൽക്കുന്നവർ നമ്മളോട് പറയും, you are not going to make it. വിദഗ്ധർ നമ്മളോട് പറയും, everything is over for you. അത് ആത്മീകമായി ശാരീരികമായി ഒക്കെ ചിന്തിച്ചു. പക്ഷേ നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ ജീസസിനെ കാണ്. walk behind the master. ജീസസ് നമ്മളെ വിളിക്കുന്നത് follow me. ഒരു ക്രൈസിസിൽ നമ്മൾ വന്നെത്തുമ്പോൾ അവിടെയും ഇവിടെയും ഫോൺ ചെയ്തിട്ട് കാര്യമില്ല. ഒരു ക്രൈസിസ് പോയിന്റിൽ നമുക്ക് പറയാനുള്ളത് always the Father is with me. ഇന്ന് പകൽക്കാലം ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഹൃദയ കലക്കത്താൽ ഇരിക്കുന്നെങ്കിൽ, പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, എന്താണ് ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ താക്കോലെന്നാണ്? ദൈവത്തെ പിതാവെന്നറിയുക. ഇതുവരെ ആ ഊഷ്മള ബന്ധത്തിലേക്ക് ആരെങ്കിലും വരാതെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാം. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമരണം, ആ മരണത്തിന്റെ സാധ്യതകൾ വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നവർക്കാണ് ദൈവ മക്കളായി തീരുവാനുള്ള ആ ശ്രേഷ്ഠമേറിയ പദവി കിട്ടുന്നത്. This is the greatest thing I'll tell you. ഒരുപാട് ചെറുപ്പക്കാര് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കുന്നതാണ് ആനയാന്ന് കണ്ടിരിക്കുക. You know nothing. പിതാവിൻ്റെ പുറകെ ജീസസ് നടന്നതുപോലെ ടോട്ടൽ ഒബീഡിയൻസിൽ നടന്നാൽ നിന്റെ ആവശ്യങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് നോക്കിക്കൊള്ളും. ആമേൻ. എനിക്കൊരു ഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം, ഈ 31-ാം വാക്യത്തിലേക്ക്. എന്നാൽ അതിനു മുമ്പ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ക്രിസ്ത്യാനിറ്റിയുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യമാണ് ഇത്. ഒരു തിയോളജിക്കൽ പ്രസൻറ്റേഷനിലോ വാക്യം കാണാതെ മനസ്സിലായതുകൊണ്ടോ ഈ അനുഭവത്തിലേക്ക് വരാൻ കഴിയില്ല. നോളജ് ഇസ് ഗുഡ്, ബട്ട് ഇഫ് നോളജ് ഇസ് നോട്ട് എക്സ്പീരിയൻഷ്യൽ, it doesn't benefit us. ഇത് എക്സ്പീരിയൻസ് ആയി മാറണം. it brings tremendous confidence inside you. പിന്നെ നിങ്ങളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറും, നിങ്ങളുടെ ഭയങ്ങളെല്ലാം മാറും. when you know that the creator of the universe is your heavenly father. hallelujah. ഈ പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. ജീസസിൻ്റെ ഹ്യൂമാനിറ്റിയിൽ ജീസസ് പിതാവിനെ ടോട്ടലായി പ്രസാദിപ്പിച്ചത് എങ്ങനെയാണ്? അതാണ് ഈ
14:31 നമ്മൾ കാണുന്നത്. അതാണ് പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവിടെ നിന്ന് നോക്കിക്കേ. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. ആ ലോകം എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞു. പിതാവ് കൽപ്പിച്ചതുപോലെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ I obey the Father exactly as he commanded me. അതിന് പുത്രനായ യേശുവിനെ പ്രേരിപ്പിക്കുന്നത് ഭൗതികമായ ഏതോ നേട്ടമല്ല. നീ 1000 രൂപ കൊടുത്താൽ നിനക്ക് 10,000 കിട്ടും, ഇങ്ങനെയുള്ള ചൂണ്ടയൊന്നുമല്ല. What is motivating Jesus? യേശുവിനെ അനുഗമിക്കുന്ന നമ്മളെയും മോട്ടിവേറ്റ് ചെയ്യേണ്ടത് അതാണ്. അല്ലെങ്കിൽ കൽപ്പനകൾ റിലീജിയസ് ആയിട്ട് മാത്രം അത് ചെയ്യണം, അത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, കുറെ നിയമങ്ങൾ മാത്രമായിട്ട് തോന്നും. ജീസസിനെ മോട്ടിവേറ്റ് ചെയ്തത് ഹിസ് ട്രെമെൻഡസ് ലവ് ഫോർ ഹിസ് ഫാദർ. അതാണ് കർത്താവിനെ മോട്ടിവേറ്റ് ചെയ്തത്. അതാണ് എക്സാക്ട്ലി എല്ലാ കാര്യവും ഒബേ ചെയ്യുവാൻ കർത്താവിനെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയാണ് 31-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. അപ്പം ജീസസ് എങ്ങനെയാണ് പിതാവിനോടുള്ള സ്നേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? പിതാവിനെ എല്ലാ കാര്യത്തിലും എല്ലായ്പ്പോഴും അനുസരിക്കുന്നതിലൂടെയാണ്. ഇതേ കാര്യമാണ് 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നമ്മളെ വിളിച്ചിരിക്കുന്നത് പുത്രനായ യേശുവിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കാനാണ്. ഇത് മാനുഷികമായിട്ട് നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദത്തമായി തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും സഹായവും കൂടാതെ no one can obey the Lord. Jesus himself was empowered by the Holy Spirit to obey all the commandments of his Father, exactly as his Father said. ഇത് ക്രൂശ് മരണത്തിന് തൊട്ടു മുൻപാണ്. ക്രൂശ് മരണത്തിൻ്റെ സൂചനകൾ ഇതിനകത്തുണ്ട്. അപ്പം ഇവിടെ നിന്നും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ പെട്ടെന്നൊരാൾ നമ്മളോട് ചോദിക്കുകയാണ്, why did Jesus die on the cross? Our immediate answer is because he loves us so much. Right answer. Other answer, because God loves us. Right answer. എന്താണ് John 3:16 പറയുന്നത്? For God so loved the world that he gave his only begotten son, that whosoever believeth in him should not perish but have everlasting life. അപ്പൊ ദൈവം സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 4:9-10 ഇവിടെയെല്ലാം ദൈവത്തിന്റെ സ്നേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് കാൽവരി ക്രൂശിലാണ്. ജീസസിന്റെ നമ്മളോടുള്ള ലവ് ആണ്. ഈ ആൻസേഴ്സ് എല്ലാം ശരിയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ 14-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ജീസസ് ഡെത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് it was a demonstration to the world of his love and obedience to the Father. നമുക്കെപ്പോഴും ഇഷ്ടം ഇത് നമ്മുടെ കാര്യത്തിന് വേണ്ടി മരിച്ചെന്ന് പറയുന്നത്. അത് സത്യമാണ്, ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ച് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. That was the Father's command and he obeyed it. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം നമുക്കറിയാമെന്ന വാക്യം. അവിടെ അപ്പോസ്തലനായ പൗലോസ് ജീസസിൻ്റെ ഇൻകാർണേഷനെ കുറിച്ചൊക്കെ ഉള്ള അതിൻ്റെ 6-ാം വാക്യം മുതൽ പറയുന്നത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
കാർമൻ ക്രിസ്റ്റി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പ്രോബബ്ലി ദിസ് വാസ് എ ഹിം ഇൻ ദി ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് എന്ന് കരുതുന്നവരുണ്ട്. ഇതൊരു പാട്ടിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്താണ് അതിൻ്റെ 8-ാം വാക്യം? വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണം എന്തുകൊണ്ട്? എന്നെ സ്നേഹിക്കുന്നു, ലോകത്തെ സ്നേഹിക്കുന്നു, അത് സത്യമാണ്. പക്ഷെ അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ 31-ാം വാക്യം. ആ ക്രൂശിലെ മരണം അത് പിതാവാം ദൈവത്തെ അനുസരിച്ചതാണ്. ജീസസ് ഡിഡ് നോട്ട് വിത്ത്ഹോൾഡ് എനിത്തിങ്. മുഴുവനുമായി ഏൽപ്പിച്ചു കൊടുത്തു. അത്രത്തോളം he loved the Father. Do you love the Father so much? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ വേദപുസ്തകം പറയും നമ്മൾ വിളിക്കുന്നത് എങ്ങനെ? അബ്ബ ഫാദർ. ഈ അബ്ബ എന്നുള്ള വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ അതുപോലെ ലിറ്ററലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ദൈവവചനത്തിൽ. പാലസ്റ്റൈനിൽ അബ്ബ എന്ന വാക്ക് നമ്മൾ ഇന്ന് പപ്പ, ഡാഡി എന്ന് വിളിക്കുന്നത് പോലെ ജനിപ്പിച്ച അപ്പനെ വിളിക്കുന്നതാണ് ഈ അബ്ബ. നോയിക്കേ, വേദപുസ്തകം പറയുന്നത് എത്ര ഊഷ്മള ബന്ധമാണ് ദൈവവുമായിട്ട് നമുക്കുണ്ടാകുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ I have a father in heaven. നിങ്ങളിൽ ചിലർക്ക് നല്ല ഒരു പിതാവ് ലോകത്തിൽ ചിലപ്പം ഉണ്ടായി കാണുകയില്ല. നിങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കാത്ത, നിങ്ങളെ വല്ലാതെ മൃഗീയമായി ഉപദ്രവിച്ച, നിങ്ങളെ അബ്യൂസ് ചെയ്ത ഒരപ്പനെ ആയിരിക്കാം നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നത്. മറ്റു ചിലർക്ക് ഇന്ന് അവർക്ക് അവരുടെ പപ്പ അവരുടെ കൂടെ കാണുകയില്ല, മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കാണും. വേറെ ചിലർക്ക് കുട്ടിക്കാലത്തെ അവരുടെ അപ്പൻ അവരെ ഇട്ടേച്ച് പോയി കാണും. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇറ്റ് ഡസന്റ് മാറ്റർ. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇന്ന് ആത്മീകമായി വീണ്ടും ജനന അനുഭവത്തിലേക്ക് വന്ന നിങ്ങൾക്ക് ഒരു സ്വർഗീയ പിതാവുണ്ട്. അവൻ നിന്നെ അബ്യൂസ് ചെയ്യുന്നവനല്ല, അവൻ നിത്യ സ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുന്നവനാണ്. ആ ഫാദറിനെയാണ് ജീസസ് കാണിക്കുന്നത്. Nature of the Father, Jesus showed us. How to follow the Father, Jesus is showing by example in his humanity. He was motivated by love. നമ്മുടെ പ്രശ്നം ഇതാണ്. എങ്ങനെയാ ഈ സ്നേഹം കിട്ടുന്നത്? സിമ്പിളായിട്ട് ഞാൻ ചോദിക്കാം. നിങ്ങൾക്കൊരു നല്ല പപ്പ ഈ ലോകത്തിലുണ്ടായിരുന്നെന്നിരിക്കട്ടെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജനിച്ചു, നിങ്ങൾ വളരുമ്പോൾ നിങ്ങളെ പപ്പയുടെ മടി കയറിയിരിക്കുന്നു, നിങ്ങളെ പപ്പായുമായിട്ട് എന്തെല്ലാം സംസാരിക്കുന്നു, പപ്പ എടുത്ത് നിങ്ങളെ കളിപ്പിക്കുന്നു. ഇത് എന്താ ഇതെല്ലാം സംഭവിക്കുന്നത്? ഹൗ ഡസ് ദാറ്റ് ലവ് ഡെവലപ്പ്? ആ വീട്ടിൽ ജനിച്ചു, ആ വ്യക്തി ജനിപ്പിച്ചതാ. ആ അനുഭവമില്ലാത്ത ഒരാളിന് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകത്തില്ല. നിരാശപ്പെടരുത്, നിങ്ങൾക്ക് ഈ അനുഭവത്തിലേക്ക് വരാൻ കഴിയും. It is by faith in Jesus, the Son of the living God. It is tremendous. Our ഒറ്റ കാര്യം, our relationship where every day you talk to the Father, you hear him. ഇത് one way traffic അല്ല. ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ കുറെ കാര്യങ്ങൾ പറയുക, പിന്നെ that is it. അങ്ങനെയല്ല. Father will speak to me. അത് നാളുകൾ കഴിയുമ്പോൾ 3 മാസം, 6 മാസം, പിന്നെ 13 വർഷം, 15, 16, 30, 40 വയസ്സൊക്കെ ആവുമ്പോൾ, what a mature love. മെച്ചുവർ ആകുന്തോറും he will go about his father's business.
അവനവൻ്റെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളെ തിരിച്ചറിയും മെച്ചുറാകുമ്പോൾ. പിന്നെ മുഴുവൻ ലക്ഷ്യം അതാണ്, അപ്പന് ലാഭമുണ്ടാക്കണം. മോട്ടിവേറ്റഡ് ബൈ ലവ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ നാളിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് കർത്താവ് ഇടപെട്ട ഒരു കാര്യമാണ്. ഈ സ്നേഹം നിമിത്തമാണ് അനുസരിക്കുന്നതെന്ന് പറയുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന നമുക്കറിയാം, ഭൂമിയിൽ അവിടുത്തെ ജഡാവതാരത്തിൽ ജീസസിന് ഒരു ഹിതമുണ്ടായിരുന്നു. യോഹന്നാൻ 6:38, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഹിതം ചെയ്യാനല്ല, എന്നെ അയച്ചവൻ്റെ ഹിതം. എൻ്റെ ഹിതം മാറ്റിവെച്ച് അയച്ചവൻ്റെ ഹിതം അനുസരിക്കണമെങ്കിൽ എൻ്റെ ഹിതത്തെ ഞാൻ കൊല്ലുകയാണ്, എൻ്റെ ഹിതത്തെ ഞാൻ മരിപ്പിക്കുകയാണ്. ഇത് സ്നേഹത്തിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. സ്നേഹമില്ലാത്തവൻ ഇത് ബുദ്ധിമുട്ടായി തോന്നും. ഇതാണ് ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാന ഘടകം. എന്നെ അനുഗമിക്കുന്നവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും എൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു പറയുമ്പോൾ, യേശുവിനെ നമ്മൾ അനുഗമിക്കുമ്പോൾ we carry our cross. Cross means self denial. എൻ്റെ ഇഷ്ടം നടക്കരുത്, എന്നെ ജനിപ്പിച്ച പിതാവിൻ്റെ ഇഷ്ടം നടക്കണം. അവിടെയാണ് എന്നിലൂടെ പിതാവ് മഹത്വമെടുക്കുന്നത്. ഇതുകൊണ്ടാണ് യോഹന്നാൻ 17:4 മഹാപുരോഹിത പ്രാർത്ഥനയിൽ ജീസസ് പറയുന്നത്, Father, I have done your will and you have taken glory. യോഹന്നാൻ 17:4. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. എങ്ങനെ? നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. കണ്ടോ? He was totally obedient. അല്ലാതെ ചിലർ ചിന്തിക്കുന്ന പോലെ 4 നില കെട്ടിടം തരുമ്പോൾ ദൈവം മഹത്വപ്പെടുത്ത അല്ല. That is a false gospel. ജീസസ് ആണ് മാതൃക. മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ബിഫോർ ഹിസ് ഡെത്ത് ജീസസ് പ്രാർത്ഥിച്ച മഹാപുരോഹിത പ്രാർത്ഥനയിലെ ഒരു വാക്യമാണ്. എന്താണ് 4-ാം വാക്യം? ഒന്നുകൂടെ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. എങ്ങനെയാ നമ്മളെ എല്ലാം വിളിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ? അതെങ്ങനെയാണ്? നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. പ്രവൃത്തി തികച്ചിരിക്കുന്നു. എങ്ങനെ? സ്വന്തമായി പ്രവർത്തിച്ചില്ല, എൻ്റെ ഇഷ്ടം മാറ്റിവെച്ചു. നീ തന്നത് ഞാൻ പ്രവർത്തിച്ചു. അതാണ് മഹത്വം കൊണ്ടുവന്നത്. Many of us will waste our one life on earth. ഒരു പ്രസംഗം കേട്ട് നോട്ടെഴുതി പോകരുത്. എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുക. It will radically change your life. സ്വന്തം ഇഷ്ടം മനുഷ്യൻ മാറ്റിവെക്കണമെങ്കിൽ it is not easy. സ്വയത്തിന് മരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരു വാക്കിൽ ഞാനൊരു വിശദീകരണം തരാം. ഏതെങ്കിലും കാര്യത്തെ അവോയ്ഡ് ചെയ്യണമെന്നല്ല ശിഷ്യത്വ പാഠം. എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിക്കണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യം ത്യജിക്കണമെന്നല്ല, ഞാൻ എൻ്റെ സ്വയത്തെ മുഴുവനും ത്യജിക്കണം. എനിക്ക് പിന്നെ ആഗ്രഹമില്ല. അതാണ് ക്രിസ്തീയ ജീവിതം. നോ ഡിസയേഴ്സ് വരും, പക്ഷേ അതിനെ ഞാൻ മരിപ്പിക്കും. അതെന്താണ്? I have only one ambition, that is to please my Father in heaven. ആ ലൈഫാണ് ഭൂമിയിൽ ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്നത്. അല്ലാതെ നമ്മൾ കൈ ആഞ്ഞടിച്ച് കൈയെല്ലാം കൂടെ ഭയങ്കര അടിയടിക്കുമ്പോൾ God take glory today, അങ്ങനെയല്ല വേദോസത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൈ അടിക്കണ്ടെന്നല്ല പറയുന്നത്. കൈയടിച്ച് മഹത്വപ്പെടുത്താനായിരുന്നെങ്കിൽ it is far more easier. സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് ദൈവഹിതം ചെയ്യുക. അതെന്തുകൊണ്ട് ജീസസ് ടോട്ടലി അങ്ങനെ ചെയ്തു?
You know why? Because he was motivated by love for his father. ഒറ്റ കാര്യം, പിതാവിൻ്റെ ഹിതമല്ലാതെ ചെയ്യത്തില്ല. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാരെ, നമ്മളോട് ഏവരോടും ഇന്ന് കർത്താവ് സംസാരിക്കട്ടെ. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ കാര്യം. അല്ലാതെ വരുന്ന വാക്കിന് സംസാരിക്കുകയും വരുന്ന വാക്കിന് പ്രവർത്തിക്കുകയും വരുന്ന വാക്ക് പോലെ ജീവിച്ചിട്ട് കർത്താവിനെ കൊണ്ട് കർത്താവെ അങ്ങനെ തന്നെ ചെയ്യണേ, ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി. നിങ്ങളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കർത്താവ് പറയുന്നത് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ പറയുന്ന പോലെ കർത്താവ് സംഭവിക്കണേ? He always walked in the will of his father. That is Christian life. Many of us have not lived a Christian life. ഞാൻ ഇത്ര അത് സ്ട്രോങ് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നത്, അതിലൂടെ നിങ്ങളുടെ ഹൃദയം ഒന്ന് ഉണരട്ടെ. നമ്മുടെ ഒരായുസ് ഈ ഭൂമിയിലുള്ളത് നഷ്ടമാക്കല്ല പ്രിയമുള്ളവരെ. സ്വർഗീയ മഹിമകളെ വെടിച്ച് താണഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ക്രിസ്തു നമ്മളെ വിളിക്കുന്നത് തന്നെ അനുഗമിക്കാനാ. അല്ലാതെ കൈപൊക്കി എങ്ങാണ്ട് രക്ഷിക്കപ്പെട്ട് ഈ കുളത്തിൽ വന്നിട്ട് സ്നാനപ്പെട്ടിട്ട് ഇനിയെല്ലാം കഴിഞ്ഞുവെന്ന് ചിന്തിക്കുന്നത് അല്ല ബൈബിൾ പറയുന്ന ക്രിസ്ത്യാനിറ്റി. ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് ടു പ്ലീസ് യുവർ ഫാദർ ഇൻ ഹെവൻ. ആ റിലേഷൻഷിപ്പിലേക്ക് വരണം. അവിടുത്തോടുള്ള സ്നേഹമാണ് ഈ ത്യാഗ ലൈഫിലേക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ആമേൻ. I think I have to close because of time. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇരിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. കർത്താവിൻ്റെ ഐഹിക ജീവിതം 33.5 തിരുവയസ്സ് എന്ന് നമുക്കറിയാം. അതിലാദ്യത്തെ 30 വർഷം കർത്താവ് പബ്ലിക് മിനിസ്ട്രി ഒന്നും ചെയ്തില്ല. പിന്നത്തെ 3.5 വർഷമാണ് പബ്ലിക് മിനിസ്ട്രി ചെയ്തത്. ആ 3.5 വർഷത്തിൻ്റെ അത് നിങ്ങൾ ഇനിയും അത് ഡെവലപ്പ് ചെയ്യണം നിങ്ങളുടെ മൈൻഡിൽ. നിങ്ങളെല്ലാം പഠിക്കണം. ഇവിടെ എല്ലാം കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റ കാര്യം പോലും പിതാവ് പറയാതെ അവിടുന്ന് പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴേ ഈ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ തന്നെ കൂടെ കൊണ്ട നടന്ന ശിഷ്യന്മാരെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു. കർത്താവ് പ്രവചിക്കുക. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും. വാട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്! ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയാലും, ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയാലും, പിള്ളേർ ഉപേക്ഷിച്ചിട്ട് പോയാലും, ഡു യു ഹാവ് ദിസ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഫാദർ ഇൻ ഹെവൻ, യു വിൽ നോട്ട് ബി ഷേക്കൺ. അല്ലെങ്കിൽ നിങ്ങൾ ഷേക്കണായി പോകും. ജീസസിൻ്റെ മാതൃക കണ്ടോ? 11 പേരോട് പറയുകയാണ്. 12-ാമത്തെ പുള്ളി 13-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ തന്നെ ഇറങ്ങി കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ. ഈസ് ഗോൺ. ബാക്കി 11 പേരോട് പറയാൻ, യു ഗൈസ് ആർ ഓൾ ഗോയിങ് ടു ഡെസേർട്ട് മീ. യു വിൽ ഓൾ ഗോ ടു യുവർ ഹൗസ്, ബട്ട് ഐ എം നോട്ട് അലോൺ. മൈ ഫാദർ ഈസ് വിത്ത് മീ. അതാണ് ക്രിസ്ത്യാനിറ്റി. അതാണ് ക്രിസ്ത്യാനിറ്റി. സഭയിലുള്ളവർ കൈവിട്ടുന്ന നിമിഷങ്ങൾ വന്നേക്കാം. സ്വന്തം കുടുംബക്കാർ തള്ളുന്ന സമയം വന്നേക്കാം. പക്ഷെ ഞാൻ ആളുകൾ കാണുന്ന പ്രതികരണം കാണുമ്പോൾ ഞാൻ ഓർക്കും, വാട്ട് ഈസ് റോങ് വിത്ത് ദം? ഇത്രയും നാള് ദൈവവചനം കേട്ടിട്ടും എന്താ അതിൻ്റെ കുഴപ്പമെന്നറിയാമോ? പിതാവാണ് ദൈവമെന്നും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാമെന്നും
പിതാവെന്ന നിലയിലുള്ള ബന്ധമാണ് എനിക്കുള്ളതെന്നും ഡെവലപ്പ് ചെയ്തില്ല. അതാണെങ്കിൽ നിങ്ങളെ ആർക്കും കലക്കാനൊക്കത്തില്ല. എന്താണ് ഈ ഭൂമിയിൽ മാക്സിമം ഒരാൾക്ക് തല്ലിക്കൊല്ലാം എന്നുള്ളതിൽ കവിഞ്ഞൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ, അല്ലേ? ഈ ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളിന് സോ വാട്ട്, ഐ ഗോ ടു ബി വിത്ത് മൈ ഫാദർ ഇൻ ഹെവൻ. 14:1 എത്ര കോൺഫിഡൻസ് ആയിട്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ പോവുകയാണ്, പോകുന്നത് എങ്ങോട്ടാണെന്നൊക്കെ കർത്താവ് അവിടെ പറയുന്നുണ്ടല്ലോ. 14 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ. എത്ര കോൺഫിഡൻസാ! വേറെ വാക്യങ്ങൾ ഞാൻ തരാം. നിങ്ങൾ 7-ാം അധ്യായത്തിൽ വാ. 7-ാം അധ്യായത്തിൻ്റെ 33, 34 വാക്യങ്ങൾ. ഇതാണ് ക്രിസ്ത്യൻ ലൈഫ്. ഒന്ന് വായിക്കാം മോളെ. യേശുവോ, ഞാൻ ഇനി കുറെ നേരം നിങ്ങളോടുകൂടെ ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലതാനും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞു. എത്ര കോൺഫിഡൻസ് ആണ്! എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് ഞാൻ പോവുക. ഇത് പിന്നെയും കർത്താവ് പറഞ്ഞു. 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഹി ഈസ് ഗോയിങ് ടു ദ ഫാദർ, ബട്ട് ദേ കനോട്ട് ഫോളോ ഹിം. ദേ ആർ ഹെൽ ബൗണ്ട് ബിക്കോസ് ദേ വിൽ ഡൈ ഇൻ ദെയർ സിൻസ്. പാരമ്പര്യ യഹൂദനോട് യേശു പറഞ്ഞ വാക്കാണ്. ഹി ഈസ് ഗോയിങ് ടു ഡൈ. ക്രൂസിഫിക്ഷൻ എന്ന മൃഗീയമായ മരണമാണ്. പക്ഷെ ജീസസിന്റെ കോൺഫിഡൻസ് കണ്ടോ? മൈ ഫാദർ ഇൻ ഹെവൻ. ഇത് അനുഗമിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. 13-ാം അധ്യായത്തിലേക്ക് വരിക. 13-ാം അധ്യായത്തിന് 1 മുതൽ. പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. He knew the exact time he would go to his father. This is Christianity. പാസ്റ്റർ വീട് വിസിറ്റ് ചെയ്തില്ല എന്നാൽ പിന്നെ സഭ അങ്ങ് വിടാം. What do you know about Father God? കുഞ്ചുവനച്ച വന്നപ്പോൾ കൈ തന്നില്ല. ആ സിസ്റ്റർ എന്നെ കണ്ടപ്പോൾ മുഖം ഇങ്ങനെ തിരിച്ചു. ഇതൊക്കെ കിൻഡർ ഗാർഡനിൽ പോയിരിക്കണം. അവൻ എന്നെ ചൊറിഞ്ഞു, അവൻ എന്നെ നോക്കി. We have a Father in heaven. മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവരെല്ലാവരും നമുക്ക് ആരായി? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഏത് ബ്രദറിനെയും ഏത് സിസ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ അപവാദം പറയുന്നത്? The whole concept changes. ജീസസിന്റെ പണി ഇതായിരുന്നു. അത്രോസേ മറ്റവനുണ്ടല്ലോ, ഞാനടാ ഇപ്പോഴൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ നമ്മൾ ഊണിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അവൻ്റെ കാര്യം, അവനെ ഒന്ന് സൂക്ഷിച്ചോണം, ഞാൻ പറയേ നീ ഒരു അടിയും കൂടെ കൊടുത്തേക്കണം. Jesus was not in this business. We missed the fatherhood of God. ജീസസിനെ അനുഗമിക്കുക സഹോദരങ്ങളെ. He will show you the Father. He will show you how to follow him. നിങ്ങളെല്ലാവരും എന്നെ കൈവിടും, but I am not alone. അതെന്താ കർത്താവേ, വേറെ ആരെങ്കിലും അവിടുന്ന് റിക്രൂട്ട് ചെയ്യണ്ടോ? 70 പേര് കാണുമല്ലേ? നോ, എൻ്റെ ഫാദർ എന്നെ തന്നെ വിട്ടിട്ടില്ല. കോൺഫിഡൻറ്റ്. അല്ലാതെ ഈ ലോകത്തിലെ ഫെഡറൽ ബാങ്കിലോ SBIയിലോ കിടക്കുന്ന ബാങ്ക് ഡെപ്പോസിറ്റ് അല്ല കർത്താവിൻ്റെ കോൺഫിഡൻസ്. ഇവിടുത്തെ ഉന്നതമായ മന്ത്രിമാരിലല്ല കോൺഫിഡൻസ്. ഐ ഹാവ് എ ഫാദർ ഇൻ ഹെവൻ. ഉപ്പാപ്പനും അമ്മാച്ചനും
ഉറ്റവർ, സ്നേഹിതർ എല്ലാവരും കൈവിടും. അവിടെയാണ് നാം നമ്മെ വെളിപ്പെടുത്തേണ്ടത്. ബിക്കോസ് ഐ ഹാവ് എ ഫാദർ ഇൻ ഹെവൻ. അവൻ എന്നെ ഒരിക്കലും കൈവിടുകയില്ല. ബൈബിള് പറയുന്ന കേട്ടോ, അവൻ്റെ അടുക്കൽ വരുന്ന ഒറ്റയാളെയും അവൻ കൈവിടുകയില്ല. ആ കോൺഫിഡൻസിലാണ് ഈ ഭൂമിയിൽ നമ്മൾ നടക്കേണ്ടത്. അല്ലാത്തത് ക്രിസ്തീയ ജീവിതമല്ല. ഇവർ മാത്രമല്ല, ഈ പ്രവചിച്ചതുപോലെ തന്നെ മത്തായി 26:56 2 ഭാഗം ഈ ശിഷ്യന്മാരെല്ലാം വിട്ടു. ജൂഡസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. മത്തായി 27 മുതൽ 31 വരെ പടയാളികളെല്ലാം ഇൻസൾട്ട് ചെയ്ത് മോക്ക് ചെയ്തു. ആ എൻഡിൽ നിങ്ങൾ നോക്കിക്കേ, എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. ഭൂമിയിൽ ഒറ്റയാൾ കർത്താവിന് വേണ്ടി ഒരു കാര്യം പറയാനില്ല. നോട്ട് വൺ പേഴ്സൺ. പീലാത്തോസിന് ചെറിയൊരു ആഗ്രഹമൊക്കെ വന്നെങ്കിലും പറയാനുള്ള തൻ്റെ ഇടമില്ലായിരുന്നു. അതിന് കുറച്ച് സൂത്രമൊക്കെ ഇറക്കി. ബറബാസിനെ വേണോ, യേശുവിനെ വേണോ? യഹൂദൻ ഒരു നേഷൻ എന്ന നിലയിൽ പറഞ്ഞു, വി വാണ്ട് ബറബാസ്. വാട്ട് ഷുഡ് ഐ ഡു വിത്ത് ജീസസ് ഹു ഈസ് കോൾഡ് ക്രൈസ്റ്റ്? ക്രൂസിഫൈ ഹിം. ദ നേഷൻ ഓഫ് ജൂസ് റിജക്റ്റഡ് ഹിം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. നിങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ, മാനുഷികമായിട്ടല്ല, യേശു ഇങ്ങനെയുള്ള സ്ഥിതികളിലൂടെ കടന്നുപോയെങ്കിൽ ചിലപ്പോൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ പലതിലും നമ്മളെ ഇതുപോലെ തഴഞ്ഞ് നമ്മൾ ഇതുവഴി പോകേണ്ടി വരും. അതിനകത്ത് ദൈവം മഹത്വമെടുക്കും. ക്രിസ്തു നിമിത്തം ചിലപ്പോൾ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചെന്ന് വരാം, ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ചെന്ന് വരാം. ദീസ് തിങ്സ് ആർ പോസിബിൾ. ഇതൊന്നും ഷോക്കാകരുത്. ഓ, ഞാൻ അങ്ങനൊന്നും ഓർത്തില്ല. അതൊക്കെ വളരെ കാര്യമായി കർത്താവ് മത്തായിയുടെ സുവിശേഷം 10 പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് യാതൊരു ഇതും ഉണ്ടാകരുത്. അതൊക്കെ സംഭവിച്ചു എന്ന് വരാം. പക്ഷെ സംഭവിച്ചാലും ഏകരല്ല. അതെല്ലാം ഈ ലോകത്തിൽ താൽക്കാലികമായി നടക്കുന്നതാണ്. Jesus was motivated by love for his father. നമ്മളെയും പിതാവിനോടുള്ള സ്നേഹം മോട്ടിവേറ്റ് ചെയ്താൽ ആത്മാവിൻ്റെ ശക്തിയോടെ സ്വന്തം ഇഷ്ടങ്ങളെ തഴഞ്ഞ് ക്രൂശിച്ച് അവൻ്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്ത് യേശു വെച്ച മാതൃകയിലൂടെ, യേശു വെച്ച വഴിയിലൂടെ യേശുവിനെ പിൻപറ്റി യേശു പോയടത്ത് ചെന്ന് ചേരാം. അതാണ് ക്രിസ്ത്യാനിറ്റി. യോഹന്നാൻ 8:29. എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഏകാന്തത അനുഭവിക്കുന്നവരും തള്ളപ്പെട്ടവരായിരിക്കുന്നവരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ജീസസിനെ അനുഗമിക്കുക. I always do what pleases my Father. Therefore I am not alone. He is always with me. അതാണ് ക്രിസ്ത്യാനിറ്റി. Praise the Lord. ഇങ്ങനെ ജയകരമായൊരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ. നമ്മളോട് ക്രൂശെടുത്ത് അനുഗമിക്കാൻ പറയുന്നു. നമ്മൾ പലരും ചിന്തിക്കുന്നത് ജീസസ് അവസാനമെടുത്ത അക്ഷരീക ക്രൂശ് മാത്രമേ ഉള്ളെന്നാ. നോ. 33.5 തിരുവയസ്സും
നമ്മളോടെടുക്കാൻ ആവശ്യപ്പെട്ട ആ സെയിം ക്രൂശ് കർത്താവ് എടുത്തു എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം ചെയ്തില്ല. ടോട്ടലി പിതാവിൻ്റെ ഇഷ്ടം മാത്രമേ ചെയ്തു. യേശുവിനെ മോട്ടിവേറ്റ് ചെയ്തത് ദ ലവ് ഓഫ് ദ ഫാദർ. ആമേൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ദൈവമക്കളാണെന്ന്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യം. ആകയാൽ നാം എന്ത് തിന്നും എന്തു കുടിക്കുമെന്ന് എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. കേട്ടോ, നിങ്ങൾ വിചാരപ്പെടരുത്. അടുത്തത് നോക്കുക. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. You don't need to worry about all this. പക്ഷേ ആളുകൾക്ക് സമയമില്ല. We are so worrying, അല്ലേ? Do you have a father in heaven? Do you have a personal relationship with him? He will care for you. ജീസസ് എവിടെയെങ്കിലും യോ പത്രോസേ നാളത്തെ കാര്യടാ നീ ഒന്ന് ഓർപ്പിക്കാഞ്ഞത് പോലും എന്താണ്? No. He has a father in heaven. Hallelujah. ഈ ഊഷ്മളമായ ബന്ധത്തിലേക്ക് കടന്നു വരണം. ഭൂമിയിൽ വറിയെന്നുള്ളത് പിന്നില്ല. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും. ഐ എം എ ചൈൽഡ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗാഡ്. ഭാവി എന്തായിത്തീരും? ഐ ഹാവ് എ ഫാദർ ഇൻ ഹെവൻ. ചിലർക്ക് ഇതൊക്കെയാണ് വലിയ വിഷയം. കൊച്ചിൻ്റെ ഒരു വർഷം നഷ്ടപ്പെടുക, 5 വർഷം നഷ്ടപ്പെടട്ടെ, അതുകൊണ്ട് നിനക്കെന്നെ അതുകൊണ്ട് വലിയ ആനയാ മലയാളികൾക്കുള്ളത്. ഒരു വർഷം പോകും ബ്രദറെ. അതുകൊണ്ട് എന്താ? We have a father in heaven. പ്രിയരെ, ഈ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരാത്തത് കൊണ്ടാണ് ഭൗമികമായി മാത്രം കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഭൗമികമായി മാത്രം ചിന്തിച്ചാൽ it will bring a lot of confusion. Amen.